നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ആദ്യം നടപടി, പിന്നീട് ചർച്ച. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കൂടുതൽ തെളിവുകൾ കൈമാറി ഇന്ത്യ. ആക്രമണത്തിന് കാരണക്കാരായ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് ആവശ്യം. നടപടി സ്വീകരിക്കും വരെ സെക്രട്ടറി തല ചർച്ച ഉണ്ടാകില്ലെന്നും ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറിമാരുടെ യോഗകാര്യത്തിൽ പന്ത് പാകിസ്ഥാന്റെ കോർട്ടിലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ശക്തമായ തെളിവുകളിൽ നടപടിക്കായി കാത്തിരിക്കുന്നു. തീവ്രവാദം അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ല. പാകിസ്ഥാനുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ്. നയത്തിൽ പുനഃപരിശോധന. സംസ്ഥാന സർക്കാരിന്റെ അബ്കാരി നയത്തെ വിമർശിച്ച് സുപ്രീം കോടതി. ഭേദഗതി പുനഃപരിശോധിക്കണം. കള്ളിൽ ആൽക്കഹോൾ പരിധി നിശ്ചയിച്ചത് പ്രായോഗികമല്ല. പരാമർശം നയത്തെ ചോദ്യം ചെയ്ത് കള്ളുഷാപ്പുടമ നൽകിയ ഹർജിയിൽ ആൽക്കഹോളിന്റെ അളവ് 8.1 നിജപ്പെടുത്തിയത് എന്തടിസ്ഥാനത്തിൽ? അബ്കാരി നയം പുനഃപരിശോധിക്കുമെന്നും കേസിൽ ഈ മാസം 20-ന് വിശദമായ വാദം കേൾക്കുമെന്നും സുപ്രീം കോടതി. കേസ് മുറുകുന്നു. മന്ത്രി ബാബുവിനെതിരായ ബാർക്കോഴ കേസിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ വിമർശനം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എക്സൈസ് മന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കോടതി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടറോട് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം. ലളിതകുമാരി കേസിലെ വിധിപ്രകാരം മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് കോടതിയുടെ ചോദ്യം. കേസ് സംബന്ധിച്ച നടപടികൾക്ക് 6 മാസത്തെ കാലതാമസമുണ്ടായി. അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നും ഹൈക്കോടതി. ബിജു രമേശിന്റെ ആരോപണങ്ങളിൽ ബാബുവിനെതിരെ വിജിലൻസ് ഡയറക്ടർ കുറ്റവിമുക്തനാക്കിയത് തെളിവുകളുടെ അഭാവത്തിൽ. കുരുക്കിന്റെ കരുനീക്കം. മുഖ്യമന്ത്രിക്ക് കുരുക്കിടാനുള്ള ജേക്കബ് തോമസിന്റെ നീക്കങ്ങൾക്കിടെ അഴിമതി ആരോപണ കേസിൽ അദ്ദേഹത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ്. DGPക്കെതിരെ വിജിലൻസ് നേരത്തെ നടത്തിയ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് നേരിട്ട് ഹാജരാക്കാനും വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം. ലോകായുക്ത ഉത്തരവ്. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ ജേക്കബ് തോമസിന് അനുമതി നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജേക്കബ് തോമസിനെതിരായ രേഖകളും മൊഴികളും പരിശോധിക്കുമെന്നും ലോകായുക്ത. കണ്ണീരോടെ കശ്മീർ. ജമ്മു കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിവരച്ച മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി. ഡൽഹിയിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് ശ്രീനഗറിലെത്തിച്ച ഭൗതികദേഹം നാളെ സംസ്കരിക്കും. നിയുക്ത മുഖ്യമന്ത്രിയായ മകൾ മെഹബൂബ മുഫ്തിയുടെ സ്ഥാനാരോഹണം 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിനു ശേഷം. 2 തവണ കശ്മീർ മുഖ്യമന്ത്രിയും 1 തവണ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുഫ്തിയുടെ വിയോഗം രാവിലെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ. കശ്മീരിലേക്ക് മുഫ്തിയെ അന്ത്യയാത്രയാക്കാൻ പാലം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2440 രൂപ, പവൻ 19,520 രൂപ. വെള്ളി ഗ്രാമിന് 36.09 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.